അമേരിക്കയിൽ വീണ്ടും കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം വരുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൻ്റെ പുതിയ തലവൻ ജോസഫ് എഡ്ലോ ആണ് ഇതിന് സൂചന നൽകിയിരിക്കുന്നത്. H-1B വിസയിലും പൗരത്വ പരീക്ഷയിലും വലിയ മാറ്റങ്ങൾ വരുത്താനാണ് പദ്ധതിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. H-1B വിസയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ഇത് അമേരിക്കയിലെ കുടിയേറ്റ ചർച്ചകളിൽ ഒരു പ്രധാന വിഷയമാണ്. ഈ വിസ സംവിധാനം അടിമുടി മാറ്റിയെഴുതേണ്ടി വരുമെന്നാണ് എഡ്ലോ പറയുന്നത്. നിലവിലെ നിയമം അമേരിക്കൻ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല. അതിനാൽ ഇത് രാജ്യത്തെ തൊഴിൽ കച്ചവടത്തിന് അനുസൃതമായി മാറ്റണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തെ നയങ്ങൾ വീണ്ടും വരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ട്രംപ് ഭരണകൂടം വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പല നിയമങ്ങളും കർശനമാക്കിയിരുന്നു. അതുപോലൊരു മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ സാധ്യത. H-1B വിസ എന്നാൽ അമേരിക്കൻ കമ്പനികൾക്ക് വിദഗ്ധരായ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ കഴിയുന്ന ഒരു വിസയാണ്. ഇത് ലോകമെമ്പാടുമുള്ള കഴിവുള്ള ആളുകൾക്ക് ഒരു പ്രധാന വഴി തുറന്നു കൊടുക്കുന്ന ഒന്നാണ്. പ്രധാനമായും ടെക്നോളജി, ആരോഗ്യ മേഖലകളിലാണ് ഈ വിസ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വിസ ഉപയോഗിച്ച് കുടിയേറ്റ തൊഴിലാളികളെ കുറഞ്ഞ ശമ്പളത്തിന് വെച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റുന്നുവെന്നാണ് വിമർശകർ പറയുന്നത്. വിസ നിയമത്തിൽ മാറ്റം വരുത്താൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. പൗരത്വ പരീക്ഷയിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചും എഡ്ലോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന വിഷയമായേക്കാം. H-1B വിസയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അമേരിക്കൻ തൊഴിലാളികളുടെ ശമ്പളം കുറക്കുന്നു എന്ന വാദവുമായി രംഗത്ത് വരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എതിർപ്പ് കുറക്കാൻ സാധിക്കും. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ ആഴ്ച ചില കമ്പനികളെ വിമർശിച്ച സംഭവമുണ്ടായിരുന്നു. അവർ നാട്ടിലുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ട് കുറഞ്ഞ ശമ്പളത്തിന് വിദേശികളെ നിയമിക്കുന്നതായിരുന്നു വാൻസ് ഉന്നയിച്ച പ്രധാന കാരണം. H-1B വിസ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ സഹായിക്കണം, അല്ലാതെ ഇല്ലാതാക്കരുതെന്ന് എഡ്ലോ പറയുന്നു. അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: H-1B വിസ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് എനിക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് മറ്റു പല കുടിയേറ്റ നിയമങ്ങളെയും പോലെ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയ്ക്കും ബിസിനസ്സുകൾക്കും തൊഴിലാളികൾക്കും ഒരു സഹായമാകണം. അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കരുത്. സാങ്കേതിക മേഖലയിലെ ചിലർ H-1B വിസയെ പിന്തുണയ്ക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇവിടെ ആവശ്യത്തിന് കഴിവുള്ള ആളുകളില്ലെന്നും അതുകൊണ്ടാണ് ഈ വിസയെ ആശ്രയിക്കുന്നതെന്നുമാണ്. നിലവിൽ 85,000 H-1B വിസകളാണ് ഓരോ വർഷവും നൽകുന്നത്. ഇത് നറുക്കെടുപ്പ് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. എഡ്ലോയുടെ മാറ്റങ്ങൾ നിയമപരമായി അംഗീകരിക്കണം. അതിനുശേഷം മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. പുതിയതായി പൗരത്വം എടുക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പരീക്ഷയിലും മാറ്റം വരുത്താൻ ആഗ്രഹമുണ്ടെന്ന് എഡ്ലോ പറയുന്നു. നിലവിൽ കുടിയേറ്റക്കാർക്ക് 100 പൗരാവകാശ ചോദ്യങ്ങൾ പഠിക്കുകയും തുടർന്ന് പരീക്ഷയിൽ വിജയിക്കാൻ 10ൽ 6 ശരിയായി ഉത്തരം നൽകുകയും വേണം. ആദ്യ ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്ത് ഏജൻസി ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അപേക്ഷകർ 20ൽ 12 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ പരിശോധനയുടെ പതിപ്പിലേക്ക് ഉടൻ മടങ്ങാൻ ഏജൻസി പദ്ധതിയിടുന്നതായി എഡ്ലോ പറയുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.